ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയ കിച്ചണിൻ്റെ ഏരിയ. നമുക്ക് കിച്ചണിൻ്റെ ഏരിയയിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സ്വിച്ച് ബോർഡ് ഏതൊക്കെ ഏരിയയിൽ കൊടുക്കാം, എത്ര ഹൈറ്റിൽ കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമേ തന്നെ അതിൻ്റെ എൻട്രൻസ് മെയിനായിട്ട് വരുന്ന കിച്ചണിൻ്റെ എൻട്രൻസിൽ വരുന്ന മെയിൻ എൻട്രൻസിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 8 മോഡ്യൂളിൻ്റെ കൊടുത്തിരിക്കുന്നു. 8 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം അവിടുത്തെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയാണ് നമ്മുടെ മെയിൻ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഹോബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ചിമ്മിണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിലായിട്ട് നമ്മളൊരു പ്ലഗ് സോക്കറ്റ് കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെ കബോർഡിൻ്റെ താഴെ നമ്മൾ പ്ലഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് ചില സമയങ്ങളിലാണ് നമുക്ക് ആവശ്യം വരുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റൗവിനനുസരിച്ചിട്ടാണ്, അതായത് ഗ്യാസ് സ്റ്റൗവിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നത്. ചിലതിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി വരുന്നുണ്ട്. ഇനി ബാറ്ററി അല്ലാതെ ചിലത് സപ്ലൈ വരുന്നതിന് അത് നമുക്ക് താഴെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോബിൻ്റെ ഓപ്ഷൻ താഴെ മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചിമ്മിണിയുടെയും താഴെ ഗ്യാസ് അടുപ്പിൻ്റെയും. പിന്നെ കുറച്ചുകൂടി നീങ്ങിയതിന് ശേഷം നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 6 മോഡ്യൂളിൻ്റെ ഒരു 8 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. 2 പ്ലഗും 2 സോക്കറ്റും. അത് കൊടുക്കാൻ 2 പ്ലഗ് സോക്കറ്റും 2 സ്വിച്ച് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും പവർ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഹോബിൻ്റെ സ്വിച്ച്, ചിമ്മിനിയുടെ സ്വിച്ച് അതിലേക്ക് കൊടുത്തു. പിന്നെ തൊട്ടുപുറത്തേക്ക് നീങ്ങിയിട്ട് വീണ്ടും ഒരു 6 മോഡ്യൂളിൻ്റെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ ഏരിയയിൽ. അതാണ് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ. ഇൻഡക്ഷൻ കുക്കർ വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ മിക്സി അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു 6 മോഡ്യൂളിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന എക്സോസ്റ്റിൻ്റെ പോയിൻ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിൽ അത്യാവശ്യം പവർ പ്ലഗുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാധാ പ്ലഗുകൾ 1-2 കൊടുക്കുക, ബാക്കിയെല്ലാം തന്നെ പവർ ആയിരിക്കണം നല്ലത്, ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ കിച്ചണിൻ്റെ ഏരിയയിൽ തന്നെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്, അതായത് പുറത്തേക്ക് കിടക്കുന്ന മെയിൻ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മളിവിടെ വീണ്ടും ഒരു 8 മോഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേറെ ഒന്നിനുമല്ല, നമ്മൾ ഈ കിച്ചണിൻ്റെ ഏരിയയിൽ തൊട്ടടുത്തായതുകൊണ്ട് മോട്ടറിൻ്റെ സ്വിച്ച്, അതായത് സിങ്ക് ഇരിക്കണുണ്ടോ, സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ വരുന്ന വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, വാട്ടർ ഹീറ്ററും അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയറും വരുന്നുണ്ട്. അപ്പോൾ വാട്ടർ പ്യൂരിഫയർ ചിലത് കറണ്ടിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് വാട്ടർ പ്യൂരിഫയറിന് വേണ്ടിയിട്ട് അവിടെ ഒരു 3 മോഡ്യൂളിൻ്റെ ബോക്സ് കൊടുത്തു. അത് കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിങ്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ മോട്ടറിൻ്റെ സ്വിച്ചിന് നമ്മൾ കൊടുത്തിരിക്കുന്ന 8 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സിങ്കിൻ്റെ തൊട്ടടുത്ത് നമുക്ക് വേണമെങ്കിൽ കിണർ വെള്ളം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ മോട്ടർ അടിക്കുന്ന സമയത്ത് നല്ല വെള്ളം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ മോട്ടറിൻ്റെ സ്വിച്ച് സിങ്കിൻ്റെ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏരിയ ജസ്റ്റ് ഒതുക്കി മാറ്റി ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് സൈഡിലേക്ക് മാറ്റി അത് 4 മോഡ്യൂളിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്വിച്ച്, പ്ലഗ്, പിന്നെ നമ്മുടെ ഒരു ലൈറ്റിനും വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ഏരിയ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രിഡ്ജ് മാറ്റി നിങ്ങൾക്ക് ആ ഏരിയയിൽ ഒരു വർക്ക് ഏരിയ സിസ്റ്റത്തിൽ വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഉൾപ്പെടുത്തണമെങ്കിലും ആ ഏരിയയിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൂടുതലും പവർ പ്ലഗുകളാണ് അത്യാവശ്യം നമ്മൾ കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. പവർ പ്ലഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ കുക്കറിനും മസ്റ്റായിട്ടും പവർ കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ വീണ്ടും ഒരു പവർ കൂടി നമ്മൾ മിനിമം ഒരു 2 പവർ പ്ലഗ് എങ്കിലും നമ്മൾ കിച്ചണിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ബാക്കിയെല്ലാം സാധാരണ നോർമൽ കൊടുത്താലും പ്രശ്നമില്ല. ഫ്രിഡ്ജിന് പവർ വേണമെന്ന് നിർബന്ധമില്ല, പവർ പ്ലഗ് വേണമെന്ന് നിർബന്ധമില്ല. കാരണം വേറെ ഒന്നുമല്ല, ചില ഫ്രിഡ്ജുകൾ നമുക്ക് അറിയാൻ പറ്റും 6 ആമ്പിയർ വരുന്ന ഫ്രിഡ്ജുകൾ വരുന്നുണ്ട്, ചിലത് പിന്നെ 12 ആമ്പിയർ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഏതാണ് ഫ്രിഡ്ജ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ മൊത്തം ടൈല് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന കബോർഡ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിച്ചണിൻ്റെ ഏകദേശം ഇവിടെ ഹോബ് കൊടുക്കുന്നതിൻ്റെ എവിടെയാണെന്നും കിച്ചണിൻ്റെ ഏതൊക്കെ ഏരിയകളിലൊക്കെയാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കേണ്ടതെന്നും എങ്ങനെ കൊടുക്കണമെന്നും പവർ ഏതൊക്കെയാണെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.